ഹായ്, ഇന്ന് വെറുതെ ഒന്ന് ഓൺ വോയിസിൽ വരാമെന്ന് വിചാരിച്ചു. എല്ലാവരുടെയും ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞല്ലേ? സ്കൂളിലും കോളേജിലും ഓഫീസുകളിലും ഓണെത്തുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ഓണാഘോഷങ്ങൾ കഴിഞ്ഞു. എന്നെപ്പോലെ ഒരു കുടുംബശ്രീയിൽ പോലും ഇല്ലാതെ, അതായത് വർക്കൊന്നും ചെയ്യാതെ വീട്ടിലെ കുട്ടികളെ നോക്കിയിരിക്കുന്ന നമുക്കെന്താ ഓണാഘോഷം? നമുക്ക് വെറും ഫോണിൽ മാത്രം കാണുന്ന ഒരു ആഘോഷമായിട്ട് മാറി. ഇത്ര പെയിൻഫുള്ളല്ലേ? ആദ്യം ഞാൻ പറഞ്ഞുതരാം, ഒരു ഡിസ്ക്ലൈമറായിട്ട് പറയാണ്, ഇതിൽ മതം കുത്തിക്കയറ്റി ആരും വരരുത്. നമുക്കുണ്ടായിരുന്നല്ലോ ഒരു കുട്ടിക്കാലം. സ്കൂളിലൊക്കെ ഓണാഘോഷത്തിന് അതിൻ്റെ എന്താ പറയുക, ഡ്രസ്സുകളും പൂക്കളൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് നമ്മളും കഴിഞ്ഞു. പക്ഷെ ഇപ്പം അതൊക്കെ ഓർക്കുന്നേരം അന്നെങ്കിലും അത് കഴിഞ്ഞല്ലോ. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ എത്ര ടേക്ക് എടുത്തെന്ന് പോലും എനിക്കറിയില്ല. അത്രയ്ക്ക് ഒരു എന്താ പറയുക, ഒരു വിഷമം. എന്താ വെച്ചാൽ ഈ സ്കൂളിലായാലും കോളേജിൽ ഓഫീസുകളിൽ അതുപോലെ തന്നെ ഏത് കുഞ്ഞു ജോലി ചെയ്യുന്നവരൊക്കെ ആയാലും അവർ പോലും നല്ല അടിപൊളിയായിട്ട് ഓണൊക്കെ ആഘോഷിക്കുന്നുണ്ട്. സെറ്റ് സാരിയൊക്കെ കൊടുത്ത് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ കാണാം എത്രയാ ധാവണി, സെറ്റ് സാരി, സെറ്റും മുണ്ടും ഒക്കെ എടുത്തിട്ട് ഓരോരുത്തർ പോകുന്ന കാണുന്നേരം ഒരു നമുക്കത് പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ചെറിയൊരു സങ്കടവും ഒരു ചെറിയൊരു വിഷമം. ഇനി അതുപോലൊക്കെ നമുക്ക് ലൈഫിൽ ഉണ്ടാവുമോ എന്നറിയില്ല. പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ, അതായത് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, നോക്കാനൊന്നും വേറെ ആരുമില്ല, ജോലിക്കും പോകാൻ പറ്റുന്നില്ല. ഈ കുട്ടികളുടെ ഇടയിൽ മാത്രം നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ ജീവിക്കുക. ഈ 4 ചുമരുകൾക്കുള്ളിൽ മാത്രം നമ്മുടെ ആഘോഷം ഒതുങ്ങുക. പക്ഷെ നമുക്കും ആഘോഷിക്കാൻ പറ്റും, നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിൽ. പക്ഷെ നമ്മളെങ്ങനെ സ്റ്റേബിളാവും? ഓൺലൈനായിട്ട് എങ്ങനെ എന്തെങ്കിലും ഒരു ജോബ് നോക്കാമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ പണികളും കുട്ടികളെ നോക്കൽ എല്ലാം കഴിഞ്ഞ് അതിനും ഒരുപാട് സമയം വേണം. പിന്നെ എന്തെങ്കിലും വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാൽ വ്യൂവേഴ്സും ഇല്ല, ഫോളോവേഴ്സും ഇല്ല. അങ്ങനത്തെ അവസ്ഥകളിൽ നേരിടുന്ന ഒരുപാട് വീട്ടമ്മമാർ എന്നെ പോലെ തന്നെ. നമുക്കും വരുമായിരിക്കും ഒരു ദിവസം. വെയിറ്റ് ചെയ്യാം, അത്ര തന്നെ. ഹാപ്പി ഓണം.